കനിവുള്ള ദൈവമേ കൈത്തൊഴാം ഞങ്ങൾ, കനിവുള്ള ദൈവമേ കൈത്തൊഴാം ഞങ്ങൾ. ഭാവിയുടെ വാഗ്ദാനങ്ങളായ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് നാം എല്ലാം കേൾക്കുന്നത്. നിങ്ങളെല്ലാം ഓരോ ദിവസവും ആ ഒരു സർവൈവലിന് വേണ്ടി ആണ് പാഠ്യ വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നത്, പരീക്ഷകൾ എഴുതുന്നത്. പക്ഷേ ഇനിയുള്ള കാലം വേറിട്ട് ചിന്തിക്കുന്നുണ്ട്. സർവൈവൽ ഓഫ് ദ ഡ്രീമേഴ്സ് എന്ന് നമുക്ക് വേണം. സ്വപ്നം കാണാത്തവൻ ഇനി എക്സിസ്റ്റ് ചെയ്യില്ല. നിങ്ങൾ ആദ്യം സ്വപ്നം കാണുക. ഞാൻ സ്വപ്നം കണ്ടത് ഉണ്ടായില്ല. എൻ്റെ മേഖലയിൽ ഞാൻ വർക്ക് ചെയ്തതിനോടൊപ്പം ഈ ഡാം 999 എന്ന് പറയുന്ന പ്രോജക്റ്റിലേക്ക് വന്നത് ആ സ്വപ്നത്തിനെ യാഥാർത്ഥ്യമാക്കിയത്. നമ്മളുടെ മുന്നിൽ ഓസ്കാറിന്റെ വാതിലുകൾ അപ്രാപ്യമാണെന്ന് എങ്ങനെയൊക്കെയോ നമ്മൾ നിனைച്ചു. ഒരു ആത്മവിശ്വാസക്കുറവ് നമ്മൾ എന്നോ കുത്തിവയ്ക്കപ്പെട്ടതുകൊണ്ടാവാം ആരും ആ വഴിക്ക് ചുറ്റില്ല. എല്ലാവരും മറ്റാരോ പോയ ദിശയിലൂടെ മാത്രം യാത്ര ചെയ്യും. പക്ഷെ ഞാൻ കണ്ട സ്വപ്നം അതായിരുന്നില്ല. എനിക്ക് ആ വഴിയിലൂടെ പോകാൻ എന്റെ ആവശ്യമില്ല. ഈ കലാപ്രവർത്തനങ്ങളും കായിക പ്രവർത്തനങ്ങളും ഒക്കെ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ തൊഴിലിനോടൊപ്പം തന്നെ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിളാണ്. ഞാൻ എന്നെ ക്ഷണിച്ചത് ഒരു എഞ്ചിനീയറായിട്ടല്ല. ഞാൻ ഈ ഒരു സിനിമാ മേഖലയിലേക്ക് വന്നത് ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ ഞാൻ ഷിപ്പ് ഡിസൈനറാണ്. ബേസിക്കലി ഒരു ഷിപ്പ് ഡിസൈനറുടെ ഏറ്റവും വലിയ സ്വപ്നം, അല്ലെങ്കിൽ ഏതൊരു ആർക്കിടെക്ടിന്റെ ഏറ്റവും വലിയ സ്വപ്നം തന്റെ സൃഷ്ടി ലോകത്തിലെ ഏറ്റവും വലിയ സൃഷ്ടിയായി മാറുക. അതിൽ നമ്മൾ എത്തിപ്പെടാവുന്ന ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സാണ്. ഞാൻ ഒരു ഡിസൈനർ എന്ന നിലയിൽ എന്റെ കർത്തവ്യം ചെയ്തിട്ട് എന്റെ ഒരു സൃഷ്ടി ഗിന്നസ് ബുക്കിൽ വരെ എത്തിച്ചതിന് ശേഷമാണ് ഞാൻ എന്റെ മനസ്സിൽ കൊണ്ടു നടന്ന ഒരു കലാസ്വപ്നം, ഒരു സിനിമ നിർമ്മിക്കുക എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിലേക്ക് മടങ്ങി വന്നു. അതുപോലെ ഇന്ന് ഈ കലാപ്രവർത്തനത്തിലും കായിക പ്രവർത്തനത്തിലും ഇടപെടുന്നവർ ഒരിക്കലും മറ്റൊരു മേഖലയിൽ പോയാൽ പോലും അവിടെ വെച്ചിട്ട് നിങ്ങളുടെ ഉള്ളിലെ കലാകാരനോ കായിക പ്രതിഭയോ ഭരിക്കുന്നില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുക. എന്തെങ്കിലും ഒരിക്കൽ ഒരു മടങ്ങി വരവ് നിങ്ങൾക്ക് സാധ്യമാകുമെന്ന് മനസ്സിലാക്കുക. ആ മടങ്ങി വരുമ്പോഴും നിങ്ങൾക്ക് ആ ഒരു നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വളരെ പുറകിൽ നിന്ന് തുടങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങൾ വേറിട്ട് നിന്ന് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്നൊക്കെ വളരെ മുന്നിൽ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു വേദിയിലേക്ക് നിങ്ങൾ ഒരൊറ്റ സിനിമ ചെയ്ത് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റൊന്നും കൊണ്ടല്ല, വ്യത്യസ്തമായി തിങ്ക് ചെയ്തു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് തന്നെയാണ്. ആ ഒരു മെസ്സേജ് മാത്രമേ ഇന്ന് ഈ ചടങ്ങിൽ വെച്ച് നമുക്ക് നൽകാനുള്ളൂ. ഇന്ന് ഇവിടെ പങ്കെടുത്ത് വിജയിച്ച എല്ലാവർക്കും ആശംസകൾ നേരുന്നതോടൊപ്പം നിങ്ങളുടെ വാർഷിക പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇത് ഔപചാരികമായി ഉദ്ഘാടനമായി പ്രഖ്യാപിക്കും.